കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയും അപ്പോൾ പറയാൻ പോയത് ഒന്നുമില്ല. ഇന്ന് നമ്മളെ നാട്ടിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കണ്ടൊരു സുഹൃത്തുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ജസ്റ്റ് പോകുന്ന ഇതിൽ കണ്ട് ജസ്റ്റ് ഹൈന്ന് കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ പോയിട്ട് അവിടുന്ന് എൻ്റെ കസിനെ വിളിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ, എടാ എൻ്റെ വണ്ടി ഒന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചതായോ. എൻ്റെ എളിമ ഉണ്ടായിരുന്നു, എളിമാനെ മംഗലത്ത് വെക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാർക്ക് അറിയാം മംഗലം പാലം ഇപ്പോൾ ക്ലോസ് ആണ്, കാറ് പോവില്ല. അപ്പോൾ ബൈക്കൊന്ന് എത്തിച്ചേരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരാൾ കുത്തേറ്റ് മരിച്ചിരിക്കണം കേട്ടോ. കുത്തേറ്റ് മരിച്ചിരിക്കുക, അതിപ്പോൾ ആരാ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച്, എടാ ആരാടാ മരിച്ചതെന്ന് ചോദിച്ചു. ഷിബിൽ എന്നാണ് അവൻ്റെ പേര് കൂട്ടുകാരൻ്റെ. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവനോട് ചോദിച്ചു, എടാ നമ്മളൊന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തപ്പോഴാണ് ആളെ മനസ്സിലായത്. ഞാൻ ആളെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ഒന്നുമല്ല, ചെറിയ എന്തോ ഒരു വാക്ക് തർക്കമോ എന്തോ ആണെന്ന് തോന്നുന്നത്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് എടുത്ത് കുത്തി ആൾ മരണപ്പെട്ട്. ആർക്ക് പോയി? ആ ഫാമിലിക്ക് പോയി. അതാണ് ഇപ്പോഴത്തെ റിയലായിട്ടുള്ള നമ്മളെ റിയൽ കേരള. ഒരു ഭാഗത്ത് MDMA, ഒരു ഭാഗത്ത് ജസ്റ്റ് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ അത് കത്തിക്കുത്ത് ആൾ മരിക്കുക. കറക്റ്റായിട്ടുള്ള റീസൺസ് വന്നിട്ടില്ല. അപ്പോൾ ആൾ മോർച്ചറിയിലാണ് ബോഡി ഉള്ളത്, തിരൂർ മോർച്ചറിയിലാണ്. ഇനിയിപ്പോൾ നാളെയൊക്കെ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ അതിൻ്റെ ന്യൂസുകൾ കേൾക്കാം. എന്തായാലും മക്കളെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അതേ പറഞ്ഞു തീർത്തോളൂ കേട്ടോ. ഈ വെറുതെ കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുത്തിയിട്ട് ഫാമിലിക്ക് ആളില്ലാണ്ടായിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? ഒരു നിൻ്റെ കൂടെ പഠിച്ചവനാട്ടോ, അതാണ് ആള്. എല്ലാം പോയി, ഇനി പറയാനൊന്നുമില്ലല്ലോ, ആള് പോയി. എന്തായാലും ടേക്ക് കെയർ ചെയ്യുക. പിന്നെ ആൾക്കാരോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേന് നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ മക്കളോടും മറ്റുള്ളവരോടും പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. പോലീസുകാരുണ്ടെന്ന്. പോലീസുകാർ അവിടെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നാലേ നമ്മൾ പഠിക്കണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രശ്നം നടന്നപ്പോൾ വിളിച്ച ആൾക്കാരൊക്കെ തിരക്കാണ്. എന്താ അവിടെ കത്തിക്കുത്തി നടന്നിക്കാണ്, പോലീസുകാരുടെ പ്രശ്നമാണ്. എനിക്ക് പറയാനുള്ളത് ഓൺലി വൺ വേർഡ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പേടിക്കുക. അല്ലാത്തപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ പോവുക വരിക, എല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടോ. എന്തായാലും നമുക്കൊരു മാക്സിമം പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം ഒരു 200 ഫോളോവേഴ്സ് ആക്കാൻ വേണ്ടി പറ്റി, സബ്സ്ക്രൈബ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രേ ആയിട്ടുള്ളൂ, ഇനിയും ആക്കണം. നമുക്ക് മോണിറ്റൈസ് ആക്കാനുണ്ട്, അങ്ങനെ കുറേ കലാപരിപാടികൾ എടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും ഗുഡ് നൈറ്റ്. രാത്രി ഏകദേശം 11 മണിയായി. ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്ത് എൻ്റെ അമ്മ നിൻ്റെ നെഞ്ഞൊന്നാണ് കളിപ്പോയി പഹരി. ഇതാണ് തെരുവുനായ്ക്കളുടെ പ്രശ്നം. ഗായ്സ്, എൻ്റെ നെഞ്ഞൊന്ന് കളിപ്പോയി ലൈഫ്. പെട്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ലേ പഹരി വരുന്നത്.